എല്ലാവർക്കും ശിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അതും കുറച്ച് ചേരുവകൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ചേരുവകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫിഷ് ഫ്രൈ തയ്യാറാക്കുകയാണെങ്കിൽ ഏത് ഫിഷ് ഫ്രൈയും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ തിലോപ്പിയ എന്ന് പറയുന്ന മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കായൽ മീനാണ്. അപ്പോൾ കായൽ മീൻ കറി വയ്ക്കുമ്പോൾ അതിനൊരു ചെളിമണം ചെറുമണൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മണമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും ഇനി അങ്ങനെ കിട്ടുമ്പോൾ കായൽ മീനൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ഇതിന്റെ രണ്ട് സൈഡും ഇതേപോലെ നല്ല ആഴത്തിൽ തന്നെ നമ്മൾ വരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ആഴത്തിൽ വരിഞ്ഞെടുക്കുമ്പോൾ അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് പിടിക്കുക അതിൻ്റെ മാംസത്തുമ്മ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്നും നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു 12 വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് അത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് വെള്ളമൊക്കെ ആവുന്നത് ഈ ഒരു പരുവത്തിൽ നമുക്ക് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് ഈ മീനിന്റെ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ പരട്ടി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ വയറിന്റെ ഭാഗം എല്ലാ സൈഡിലും നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിനെ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഫ്രിഡ്ജ് ഇല്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് പുറത്ത് വെക്കുക. പിന്നെ ബാക്കി ഞാൻ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് വറക്കുമ്പോൾ അതിന്റെ മുകളിലായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പൊ ഞാനിവിടെ അടച്ചു വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അടച്ചു വെച്ച് വറുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല വലിയ കഷ്ണം മീനായതുകൊണ്ട് മറിച്ചിടാനൊക്കെ ഇത്തിരി പാടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഭാഗം കൂടി ഇതേ രീതിയിൽ തന്നെ നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ ഇത് അടച്ചു വെക്കുമ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോ ആൻഡ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടച്ചു വെക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മേൽഭാഗം മാത്രമായിരിക്കും വേവുക. അപ്പൊ ഇതേപോലെ ഇതിനെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗവും വീണ്ടും നമുക്ക് മറിച്ചും തിരിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കുറച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ല അതിന്റെ മുകളിലായിട്ട് പരട്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അത് ഇതേ ഒരു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മീനിന്റെ മുകളിലായിട്ട് ഇതിനെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പൊ അതേപോലെ 2 സൈഡിലേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും ഇതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ 2 സൈഡും നല്ല രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പൊ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഫിഷ് ഫ്രൈ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്ക സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. അതിൽ ആ കോൺഫ്ലോർ മാത്രമായിരിക്കും ചിലപ്പോൾ വീട്ടിലില്ലാത്തത്. അപ്പൊ അതും കൂടി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊരു റെസ്റ്റോറന്റ് സ്റ്റൈലിലാണ് കേട്ടോ ഈ ഫിഷ് ഫ്രൈ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
ഇപ്പൊ ഇതേ ഞാൻ ഇതിന്റെ ഒരു പീസ് ഒന്ന് നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. നോക്കിയാ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചത്. അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന്. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ടും ഇതേപോലെ മീൻ വാങ്ങുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.